ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്കുകൾക്കും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ വലിയൊരു നമസ്കാരം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പം ഞാനിന്ന് പറയാൻ വന്നത്, പ്രവാസികളായാലും വെളിരാജ്യത്ത് ജോലിക്ക് പോയി ജീവിക്കുന്നവരായാലും ആരായാലും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ വേദനകൾ മനസ്സിലാക്കാൻ നമ്മളുടെ വീടുകളിലിരിക്കുന്ന ആണിനായാലും പെണ്ണിനായാലും വീട്ടുകളിൽ ഇരിക്കുന്ന അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെയും കൂടി ഒരു ചെറിയ അനുഭവമാണ്. ആരെയും മനസ്സ് കൊടുത്ത് സ്നേഹിക്കരുത്. ഈ സമൂഹത്തിൽ സ്നേഹം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഭാര്യ ഭർത്താവ് ശാരീരിക ബന്ധം, ഒന്ന് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ബന്ധം, ഒന്ന് വേറെ തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബന്ധങ്ങൾ, ഏടത്തി അനിയത്തിമാരുള്ള ബന്ധങ്ങൾ, അത് ആങ്ങള പെങ്ങന്മാരുള്ള ബന്ധം, പല ബന്ധങ്ങളുമുണ്ട്. എല്ലാ ബന്ധങ്ങളിലായാലും ആർക്കും മനസ്സ് കൊടുത്ത് സ്നേഹിക്കരുത്. അവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നോ അതിന് പോലെ നമ്മളും പെരുമാറുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കരയേണ്ടി വരില്ല. ഇല്ലെങ്കിൽ ആര് നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്നോ അവരായിരിക്കും നമ്മളെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കരയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ അച്ഛനും അമ്മയും മാത്രമാണ് നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിക്കേണ്ട രണ്ട് വ്യക്തികൾ. അല്ലാതെ ആർക്കും ഹൃദയം കൊടുക്കരുത്. ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വേദന, ആ ഹൃദയത്തിൻ്റെ വേദന, ഇപ്പം നമ്മൾ ചിലപ്പോൾ ആ വേദന മറന്ന് ജീവിക്കാതിരിക്കില്ല. പക്ഷേ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് ഈ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവരും ശരീരത്തിൽ വേദനിപ്പിക്കുന്നവരും അല്ലെങ്കിലും ആ വേദന നമ്മൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ക്ഷമിക്കുമായിരിക്കും, പക്ഷേ നമ്മൾ മറക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോട് ദേഷ്യമുണ്ടെങ്കിലും അവരോട് അതായത് സ്നേഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരിനെ, ഇല്ലെങ്കിൽ ആ സ്നേഹമുള്ള രണ്ട് വ്യക്തികളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്ന വാക്കുകളും ഈ ഭൂമിയിൽ മറക്കാൻ പറ്റാത്ത വാക്കുകളും ആരും ആരെയും പറയരുത് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതേപോലെ വേദനിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ എല്ലാവരും ജീവിക്കുമായിരിക്കും. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവരുടെ വേദന, അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ നിന്ന് വേറുവിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക അതാ നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നവർ വ്യാഖ്യാനിച്ച് കൊണ്ടേയിരിക്കും. അവർ തെറ്റാണെന്ന് ഒരിക്കലും അവർ അംഗീകരിക്കില്ല. അതാണ് ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഒരു ഇത്. പിന്നെ ഈ സ്നേഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? അതെല്ലാം കേട്ടിട്ട് സൈലൻ്റായിട്ട് വഴക്ക് വേണ്ട. കാരണം അവർ ഉള്ളു തുറന്ന് സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ സൈലൻ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഹൃദയം കൊടുത്ത് സ്നേഹിക്കരുത്. അത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനവൻ്റെ സ്വന്തം അച്ഛനും അമ്മയെ സ്നേഹിക്കുക, ആരായാലും. ഞാനതാണ് പറയുന്നത്. കൂടുതൽ സ്നേഹം കൊടുത്താൽ കൂടുതൽ ഭൂമിയിൽ കരയേണ്ടി വരും എന്നുള്ള ഒരു അനുഭവസ്ഥയാണ് ഞാനീ പറയുന്നത്. എന്തുണ്ടായിട്ടും, പണമോ ഇല്ലെങ്കിൽ സ്വത്തും മുതലോ എന്തുണ്ടായിട്ടും സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ഹൃദയമില്ലെങ്കിൽ പിന്നെ ആ പണത്തിനും കാശിനും സ്വത്തിനും മുതലൊന്നും യാതൊരു വിലയുമില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് വേണ്ടത്. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ, എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ കാണിക്കും, വീട്ടിലുള്ളവരെയും സ്നേഹിക്കുന്ന പോലെ കാണിക്കും. പക്ഷേ അവരിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ദുഷ്ടചിന്തകളുണ്ടല്ലോ, ആ ചിന്തകൾ ഒരിക്കലും അവരെ മാറില്ല. അതായത് എൻ്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ, മുമ്പിൽ പല്ലിളിച്ച് കാണിച്ചിട്ട് ബാക്കിൽ അമുക്കുന്ന ഒരു സ്വഭാവക്കാർ. അതാണ് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഇന്നത്തെ ലോകത്തിൽ ആർക്കും ആരെയും കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ ഭൂമിയിൽ ഒതുങ്ങിക്കൂടി സൈലൻ്റായിട്ട് ജീവിക്കുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഓക്കെ, എല്ലാവരും ചങ്കുകളെ നന്നായിട്ട് ഇരിക്കുക. ഇതുപോലെ ചതിക്കപ്പെട്ടവരുണ്ടെങ്കിൽ സൂക്ഷിച്ച് ജീവിക്കുക.
ആണായാലും പെണ്ണായാലും ഭാര്യയായാലും ഭർത്താവായാലും ആരും ഹൃദയം കൊടുത്ത് സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ കൂടുതൽ കരയേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ.